ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക്കൽ ടിപ്സ് എ ടു സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗ്രൗളർ മെഷീനാണ്. ഈ ഗ്രൗളർ മെഷീൻ നമ്മൾക്ക് ആർമേച്ചർ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് സാധാരണ ആർമേച്ചറുകൾ ഷോർട്ടായാൽ അത് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു ആർമേച്ചർ വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. അപ്പോൾ ആർമേച്ചർ ഒരു മാഗ്നറ്റായി തീരും. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ മുകളിൽ ഒരു ഇരുമ്പ് കഷ്ണം വെച്ചാൽ സ്വാഭാവികമായിട്ടും അത് ആകർഷിക്കും. അങ്ങനെ ആകർഷിക്കണമെങ്കിൽ ആർമേച്ചറിൻ്റെ കോയിൽ ഷോർട്ടായാൽ മാത്രമേ അത് ആകർഷിക്കുകയുള്ളൂ. കാരണം അത് സെക്കൻഡറി വൈൻഡിങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഷോർട്ട് സംഭവിക്കുമ്പോൾ കൂടുതൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിനാലാണ് ആ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. തുടർന്ന് നമുക്ക് ഈ ആർമേച്ചർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതും അടുത്തായി നമുക്ക് ആർമേച്ചർ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൗളറിൻ്റെ മുകളിൽ ഒരു ആർമേച്ചർ വയ്ക്കുക. ആ ആർമേച്ചർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ആക്സോ ബ്ലേഡ് വയ്ക്കുക. ആ ആക്സോ ബ്ലേഡ് വൈബ്രേഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ നോക്കാം. വൈബ്രേഷൻ ആയാൽ, ഇപ്പോൾ ഏകദേശം വൈബ്രേഷൻ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം അത് പിടിച്ചിരിക്കുന്നത് ഉണ്ടോ. ഈ ഇങ്ങനെ വരികയാണെങ്കിൽ ആർമേച്ചർ ഷോർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷോർട്ട് ആയ ഭാഗങ്ങളെല്ലാം ഈ ആക്സോ ബ്ലേഡ് പിടിക്കുന്നതായിരിക്കും. ഷോർട്ടിങ് മറ്റുള്ളതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആക്സോ ബ്ലേഡ് പിടിക്കില്ല. തുടർന്ന് നമുക്കൊരു പുതിയ ഒരു ആർമേച്ചർ നമുക്ക് നോക്കാം എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന്. അത് ഗ്രൗളറിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ പഴയ അതുപോലെ ആക്സോ ബ്ലേഡ് എടുത്ത് വെച്ചു. ഇപ്പോൾ വൈബ്രേഷനോ മറ്റുള്ളതൊന്നും അതിൽ കാണുന്നില്ല. ഇങ്ങനെയാണ് ഈ ആർമേച്ചർ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.